ഇക്കഴിഞ്ഞ വിഷുക്കാലത്ത് ഭഗവാൻ കൃഷ്ണനെ മന്തിക്ക് മുന്നിൽ ചിത്രീകരിച്ച ആ പോസ്റ്റർ അത് ആരും മറന്നിട്ടുണ്ടാവില്ല. വിഷു പോസ്റ്ററിൽ കുഞ്ഞു കൃഷ്ണൻ വാഴയിലയിൽ ബീഫ് ബിരിയാണി കഴിക്കുന്നതായി ചിത്രീകരിച്ചത് വലിയ വിവാദമായി. ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ഈ വിവാദം വലിയ തോതിൽ ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ചു. എന്നാലും കേരളത്തിലെ കൃഷ്ണ ഭക്തർ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തുടരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇസ്കോൺ. കൃഷ്ണന്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ചിത്രീകരിക്കുന്ന അന്താരാഷ്ട്ര കൃഷ്ണബോധ സമൂഹം. കേരളത്തിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾക്ക് സൗജന്യ ഭക്ഷണം വിളമ്പുന്ന ഇസ്കോൺ ഭക്തരുടെ ചിത്രങ്ങൾ ദയവായി നോക്കൂ. പതിറ്റാണ്ടുകളെ വിശക്കുന്ന ഏതൊരാൾക്കും ഇസ്കോൺ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ദരിദ്ര മുസ്ലിങ്ങൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിലും ആഗോള ഭക്ഷ്യ വിതരണ ശൃംഖലയിലൂടെയും അവർ ഭക്ഷണം നൽകുന്നത് തുടരുകയാണ്. കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്കോൺ പതിവായി സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. 100-കണക്കിന് ദരിദ്ര മുസ്ലിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഇസ്കോൺ ഒരിക്കലും ആരോടും ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനോ കൃഷ്ണഭക്തനാകാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെയും വിശുദ്ധ ഖുറാനെയും ഇസ്കോൺ വളരെയധികം ബഹുമാനിക്കുന്നു. മുഹമ്മദിനെയും ഖുറാനെയും ബഹുമാനിക്കാൻ ഇസ്കോൺ ആളുകളെ പഠിപ്പിക്കുന്നു. മുഹമ്മദ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണെന്ന് ഇസ്കോൺ പുസ്തകങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ ആരെങ്കിലും കൃഷ്ണനെ പിന്തുടരുകയോ ഭഗവത്ഗീത വായിക്കുകയോ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് മുഹമ്മദിനെ പിന്തുടരുകയും ഖുറാൻ വായിക്കുകയും ചെയ്യാം. ലോകമെമ്പാടുമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും നല്ല പഠിപ്പിക്കലുകളെക്കുറിച്ച് അവർ ക്ലാസുകൾ നടത്തുന്നു. കൃഷ്ണനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുമതമോ ഇസ്ലാമോ പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഇസ്കോൺ യഥാർത്ഥ മതേതരത്വം പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഭക്ഷണത്തിനോ അവർ നൽകുന്ന മറ്റു മാനുഷിക സഹായങ്ങൾക്കോ പകരമായി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ റംസാൻ മാസത്തിൽ അവരുടെ മുസ്ലിം സഹോദരങ്ങൾക്കായി ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇഫ്താർ പാർട്ടിക്കിടെ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്ന വെള്ളക്കാരനായ ഇസ്കോൺ സന്യാസിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നിർഭാഗ്യവശാൽ ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾക്ക് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുകയും മുസ്ലിങ്ങൾക്ക് ഇഫ്താർ പാർട്ടികൾ നടത്തുകയും ചെയ്തിരുന്ന ഇസ്കോൺ ക്ഷേത്രങ്ങൾ തീവ്രവാദികൾ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇത് 10,000-കണക്കിന് ദരിദ്ര മുസ്ലിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തെയാണ് ബാധിച്ചത്. ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ആവർത്തിച്ച് ആക്രമിക്കപ്പെട്ടു. പക്ഷേ ഇസ്കോൺ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തുടരുകയും മതം പരിഗണിക്കാതെ ആളുകൾക്ക് നിരവധി മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇസ്കോൺ ഒരിക്കലും ഒരു മുസ്ലിമിനും വാതിലടച്ചിട്ടില്ല. ലോകമെമ്പാടുമുള്ള എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളെ അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാമുദായിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുസ്ലിം സംഘടനയായ ജമാഅത്തുമായി സഹകരിച്ച് ഇസ്കോൺ തിരുവനന്തപുരം സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ ചിത്രവും ഇതോടൊപ്പം പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഇസ്കോണിൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തരുണ്ട്. ഇന്ത്യയിലെ ഒരു ഇസ്കോൺ ക്ഷേത്രത്തിൽ കൃഷ്ണ ദേവതകൾക്കായി വസ്ത്രങ്ങൾ തുന്നുന്ന ഒരു മുസ്ലിം തയ്യൽക്കാരനുണ്ട്. കൃഷ്ണന്റെ സന്ദേശം ഇഷ്ടപ്പെടുന്നതിനാൽ നിരവധി മുസ്ലിങ്ങൾ ലോകമെമ്പാടുമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങൾ പതിവായി സന്ദർശിക്കുകയും ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും ദേവതകളെ സേവിക്കുന്ന പുരോഹിതന്മാരുമുണ്ട്. ഉപനയന ചടങ്ങിൽ പങ്കെടുക്കുകയും പതിവായി ഗായത്രി മന്ത്രം ജപിക്കുകയും വേദഗ്രന്ഥങ്ങൾ പതിവായി ജപിക്കുകയും പൂജകൾ, ഹോമങ്ങൾ മുതലായവ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുകയും ചെയ്ത മുസ്ലിങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാരായി സേവനം അനുഷ്ഠിക്കുന്ന ഈ മുസ്ലിം കൃഷ്ണ ഭക്തർ ഭഗവത്ഗീതയും ഭാഗവതത്തെയും കുറിച്ച് ക്ലാസുകൾ പോലും നടത്തുന്നു. ഇസ്കോൺ അറബിയിൽ എഴുതിയ ഭഗവത്ഗീത അറബ് മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രചാരത്തിലായിരുന്നു. ഇപ്പോൾ ഇസ്കോൺ ശ്രീമദ് ഭാഗവതം അറബിയിലും പ്രസിദ്ധീകരിക്കാൻ പദ്ധതിയിടുന്നു. കൃഷ്ണനെ കുറിച്ചുള്ള ഇസ്കോൺ അറബി പുസ്തകങ്ങൾ വ്യാപകമായി വായിക്കപ്പെടുന്നു. അറബ് മുസ്ലിങ്ങൾക്കിടയിൽ വളരെയധികം പ്രചാരത്തിലുണ്ട്. കാരണം അവർ കൃഷ്ണൻ, കർമ്മം, പുനർജന്മം മുതലായവയെക്കുറിച്ച് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി പ്രവാചകനാണെന്നും ഇസ്ലാം സ്വീകരിക്കുന്നു എന്നും ഇസ്കോൺ പുസ്തകങ്ങൾ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇസ്കോൺ സ്നേഹത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാൽ ഇസ്കോൺ പഠിപ്പിക്കലുകൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെയധികം അംഗീകരിക്കുന്നു. കേരളത്തിലെ ഇസ്കോൺ ഭക്തർ ദരിദ്രരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നത് തുടരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാതെ ആരോടും ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടാതെ ഓക്സിജൻ മാസ്കുകൾ, ആംബുലൻസുകൾ തുടങ്ങിയ നിരവധി മാനുഷിക സേവനങ്ങളും ഇവർ നൽകുന്നു. ഇതാണ് കൃഷ്ണന്റെ സന്ദേശം. കൃഷ്ണൻ ആളുകളോട് മതം മാറാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം കൃഷ്ണൻ ദൈവമാണ്, സ്നേഹത്താൽ നിറഞ്ഞവനാണ്. കൃഷ്ണൻ സ്നേഹം മാത്രമേ നൽകുകയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു.
കൃഷ്ണൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, തന്നെ വെറുക്കുന്ന ആളുകളെ പോലും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സംസ്കാരമായതിനാൽ സനാതന ധർമ്മത്തിന്റെ സൗന്ദര്യമാണിത്. ഇക്കാരണത്താൽ ഇസ്കോൺ സർക്കാരുകൾ വ്യാപകമായി അംഗീകരിക്കുന്നു. ഫ്രഞ്ച് സർക്കാർ ഫ്രഞ്ച് ഇസ്കോൺ ക്ഷേത്രങ്ങളെ നികുതി രഹിതമാക്കി. യുകെയിലെ ഇസ്കോൺ ക്ഷേത്രം യുകെയിലെ പ്രധാനമന്ത്രിമാർ പതിവായി സന്ദർശിക്കാറുണ്ട്. അവർ ഇസ്കോൺ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ വളരെയധികം വിലമതിക്കുന്നു. ബെൽജിയൻ സർക്കാർ ബെൽജിയൻ ഹിന്ദു സമൂഹത്തിന് സബ്സിഡി നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സർക്കാരിൽ നിന്ന് ഇസ്കോൺ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഗയാനയിലെ മുസ്ലിം പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലി ഇസ്കോൺ സന്ദർശിക്കുകയും കൃഷ്ണന് പഴങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു. നെൽസൺ മണ്ടേല പോലും ഒരു ഇസ്കോൺ പരിപാടിയിൽ പങ്കെടുക്കുകയും സന്തോഷത്തോടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടും ഇസ്കോൺ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഇസ്കോൺ പ്രചരിപ്പിക്കുന്നതിനാൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ ഇസ്കോൺ കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്നു. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഇസ്കോൺ ഭക്ഷണം നൽകുന്നത് ഇനിയും തുടരും. കാരണം കൃഷ്ണൻ സ്നേഹത്തിന്റെ നിറകുടവും എല്ലാവരുടെയും അഭ്യുദയകാംക്ഷയുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.